നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ്. ഇതിനെ സിംപ്ലി നമ്മൾ എന്തെന്ന് പറയും, പ്രോബിലിറ്റി എന്ന് പറയും. എന്താണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് മൊത്തം പ്രോബിലിറ്റിയെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ആകെ ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററിൽ ഒന്നാണ് എന്ത്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ഡെയിലി ലൈഫ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ത് ചെയ്യും, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രധാന പങ്കുകൾ വഹിക്കുന്നുണ്ട്, ഒരുപാട് റോൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ പലതിനും പ്രോബിലിറ്റി ഇത്ര സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ നമുക്കിപ്പം ആവശ്യമുള്ളത് എത്ര ഉണ്ട് അതാണ് നമ്മളെ പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കടയിലോട്ട് പോകുന്നു, നമുക്ക് എന്ത് വേണം, ലഡു വേണം. അവിടെ ലഡുവും ജിലേബി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലഡു ഇട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്, 1/2. കാരണം ഒരു ലഡു ഒരു ജിലേബി ആണെങ്കിൽ 1/2, അല്ലെങ്കിൽ 2 ഐറ്റം അതിൽ നിന്ന് ഒരെണ്ണം വേണം, 1/2. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി. അപ്പം നമുക്കിതിനകത്തുനിന്ന് കൂടുതലും ചോദിച്ചു വരുന്നത് 2 മാർക്കിനും 3 മാർക്കിനും ക്വസ്റ്റ്യനാണ്. 4 മാർക്കിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. ഈ 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യനുകളാണ്. എല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതിനകത്ത് പാർട്ട് എ എന്ന് വെച്ചാൽ 2 മാർക്കിന് സെക്ഷൻ നോക്കാം. എന്താണ്, എ ബോക്സ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 6 ഗ്രീൻ ബോൾസ്. ഒരു ബോക്സിൽ എന്തുണ്ട്, 3 റെഡ് ബോളും 6 പച്ച പന്തുകളും ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ബോക്സ്? ഇതിൽ നിന്ന് എന്താണ്, ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ റെഡ് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം. മൊത്തത്തിൽ എത്ര ബോൾ ഉണ്ട്, 6 3 കൂട്ടിയാൽ 9. അപ്പോൾ എന്തെന്ന് കിട്ടും, 3/9. 3/9 നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 3യും 9ഉം എത്ര മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്, 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. 1 3s are 3 ആണ്, 3 3s are 9 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, വാല്യൂ 1/3. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ എന്താണ്, ഹൗ മെനി റെഡ് ബോൾസ് ഷുഡ് ബി ആഡഡ് സോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 1/2. എന്ത്, നമ്മൾ എത്ര റെഡ് ബോളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ പ്രോബിലിറ്റി 1/2 ആവുന്നു. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് എക്സ് റെഡ് ബോൾസാണ്. എത്ര റെഡ് ബോൾസാണ്, എക്സ് റെഡ് ബോൾ ഞാൻ ആഡ് ചെയ്യും. എക്സ് റെഡ് ബോൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റെഡ് ബോൾ എത്ര ആവും, x+3 ആവും. ബൈ ടോട്ടൽ ബോൾസ് നമ്മൾ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. അതിൻ്റെ കൂടെ എത്ര വരും, എക്സ് കൂട്ടണം. അത് എത്ര എന്ന് കിട്ടും നമുക്ക് ആൻസർ, ഈക്വൽ ടു 1/2. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്യാമല്ലോ. ഈ 9+x ഇവിടെ ഡിവൈഡ് ചെയ്തേക്കണം, അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കണം, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × x+3 ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. 1 × 9+x എന്ന് പറയുന്നത് എന്താണ്, 9+x ആണ്. 2 × x എന്ത് വരും, 2x + 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 9+x ഈക്വൽ ആണ്. ഈ എക്സ് ഇവിടെ കൂട്ടിയേക്കുമല്ലേ, ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും, 2x - x ഈസ് ഈക്വൽ ടു 9. ഈ 6 ഇവിടെ കൂട്ടിയേക്കുവാണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 9 ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും, 3. 2x ൽ നിന്ന് x കുറച്ചാൽ എത്ര വരും, എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര ആണെന്ന് കിട്ടി, 3 ആണെന്ന് കിട്ടി. അപ്പോൾ എത്ര റെഡ് ബോൾ നമ്മൾ ആഡ് ചെയ്യണം, 3 റെഡ് ബോളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോബിലിറ്റി 1/2 ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു സർക്കിൾ തന്നേപ്പോണ്ട്, ആ സർക്കിളിനകത്ത് ഒരു സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര തന്നേപ്പോണ്ട്, 120 ആണ്. അൺഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്, 120 ആണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് എന്ത്, ആ സർക്കിളിലോട്ട് നമ്മൾ കുത്തിരുന്നു, അത് ആ അൺഷെയ്ഡഡ് പാർട്ട് വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പോയി എന്താണ്, നമുക്ക് എവിടെയാണോ വേണ്ടത് അതേ ബൈ ടോട്ടലാണ്. അപ്പം നമുക്ക് വീഴാൻ ചാൻസ് ഉള്ള സെൻട്രൽ ആംഗിൾ 120 ആണ്. മറ്റേ എത്രയാണ്, 360. 12 ഗുണപ്പെട്ടേ 3 36. അപ്പം നമ്മുടെ പ്രോബിലിറ്റി എത്രയാണെന്ന് കിട്ടും, 1/3. അതായത് ആ ഡോട്ട് അൺഷെയ്ഡഡ് പാർട്ട് വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 1/3 ആണ്. ഷെയ്ഡഡ് പാർട്ട് വീഴാനുള്ള പ്രോബിലിറ്റി എന്ത് ചെയ്താൽ മതി, 1 - 1/3 ചെയ്താൽ മതി. 1 ൽ നിന്ന് 1/3 കുറച്ച് എത്ര കിട്ടും, 2/3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, 1 ഈസ് ആസ്ക്ഡ് ടു സേ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറയുന്നു. ഇത് നമ്മൾ പലരും തെറ്റിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ടോട്ടൽ നമ്പേഴ്സ് എത്ര ആയിട്ട് എടുക്കും, 10 ആയിട്ട് എടുക്കും. പക്ഷേ അവിടെ 10 എണ്ണം ഉണ്ടോ, 10ൽ താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 2 3 4 5 6 7 8 9 വരെ ഉള്ളൂ. 10ൽ താഴെ എന്ന് പറയുമ്പോൾ 10 ഓപ്ഷൻ അവിടെ ഉണ്ടോ, ഇല്ല. അപ്പോൾ മൊത്തത്തിൽ എത്ര നമ്പേഴ്സേ ഉള്ളൂ, 9 നമ്പേഴ്സേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് എന്തിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചിരുന്നു, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീങ് ആൻ ഓഡ്. നമുക്ക് കിട്ടുന്ന നമ്പർ എന്താവാൻ, ഓടാവാനുള്ള. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 3 5 7 9. എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം. അപ്പം പ്രോബിലിറ്റി ഓഫ് ഓഡ് എത്ര എന്ന് വരും, നമുക്ക് ആവശ്യമുള്ള 5 ആണ്. 5 ബൈ ടോട്ടൽ എത്രയാണ്, 9. അപ്പോൾ 5/9 ആണ് ആൻസർ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൻ നമ്പർ. അതെന്താവരുത്, ഒരു ഈവൻ നമ്പർ ആവരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. ഓഡ് നമ്പർ ആണുള്ള പ്രോബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് ചോദിച്ചു, എത്രയാണ്, 5/9. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്, 5/9 ആണ്. ഇത് നിങ്ങൾ കൂടുതൽ ചോദ്യം കൊണ്ടുവന്നിട്ട് തെറ്റിക്കും. കാരണം അവിടെ എന്ത് എഴുതി വെക്കും, പ്രോബിലിറ്റി ഓഫ് ഓഡ് അല്ല ഈവൻ നമ്പർ തന്നെ കയറി അങ്ങ് എഴുതി വെക്കും.
അവർ എടുത്ത് പറഞ്ഞ പോകേണ്ട എന്താണ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൻ നമ്പർ. എന്ത് അതൊരു ഈവൻ നമ്പർ ആകാതിരിക്കാൻ. ഈവൻ നമ്പർ അല്ലെങ്കിൽ ആ നമ്പർ എന്താണ് ഓഡ് നമ്പറാണ്. അപ്പോൾ അവിടെയും ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ് പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പറാണ്. സോ അവർ നിങ്ങളെ കറക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റിക്കുക മനഃപൂർവ്വം തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഓഡ് നമ്പർ ആദ്യം ചോദിച്ചിട്ട് വീണ്ടും അതേ ഓഡ് നമ്പറിന് തന്നെ പ്രോബിലിറ്റി ചോദിച്ചത്. കാരണം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് എന്ത് ചെയ്യും, മറ്റേ ഈവൻ നമ്പറിൻ്റെ പ്രോബിലിറ്റി കയറി എഴുതി വെക്കും. നമുക്ക് അതിന് മാർക്ക് നൈസ് ഞങ്ങൾക്ക് പോയി കിട്ടും. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ക്വസ്റ്റ്യൻ നല്ലതുപോലെ പ്രോബിലിറ്റി വായിച്ചിട്ട് ചെയ്യാവുള്ളൂ. കാരണം ഇതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ ഇതിൻ്റെ തൊട്ട് നോട്ട് ഒക്കെ കയറി വരും. അന്നേരം അതെന്ത് ചെയ്യും, നമ്മുടെ ആൻസറിനെ എന്താണ് സീരിയസ്ലി ബാധിക്കും. സോ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അപ്പം അടുത്ത നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ചൈൽഡിൻ്റെ കയ്യിൽ ഒരു ഡൈ ഉണ്ട്. ഡൈക്കിൻ്റെ ഫേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, ABCADA ആണ്. ഡൈയുടെ ഫേസിലുള്ള നമ്പേഴ്സ് വഴി തന്നെ ഇപ്പോൾ ഉണ്ട്. അതിന് ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് A. അപ്പോൾ അവിടെ A എത്ര എണ്ണം ഉണ്ട്, 1 2 3 3 A ഉണ്ട്. മൊത്തം എത്ര ഫേസ് ഉണ്ട്, 6. അപ്പം 3/6 എത്ര എന്നിട്ട് ആൻസർ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് A എത്രയാണ്, 1/2. ഫൈൻ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് D ആണ് അടുത്ത ക്വസ്റ്റ്യൻ. D അവിടെ എത്രണ്ണേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. സോ 1/6. കുഴപ്പമില്ല ഉണ്ടോ. ഇത്രയാണ് നമ്മുടെ അതിനകത്തുനിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് പറയുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്വസ്റ്റ്യന് 3 സബ് ക്വസ്റ്റ്യൻ കാണും. 3 മാർക്ക് ആകുമ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് കാണും, ആ ഒരു ക്വസ്റ്റ്യന് 4 സബ് പാർട്ട് കാണും. ഇത്രയേ ഉള്ളൂ പ്രോബിലിറ്റിക്കകത്ത് വരുന്ന ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ 3 മാർക്കും 4 മാർക്കും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 3 മാർക്ക് സെക്ഷനാണ് നോക്കുന്നത്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറയുന്നത്, 2 ഡൈസ് ആർ ത്രോൺ നമ്പേർഡ് 1 to 6. 2 ഡൈസ് ചെയ്യുന്നുണ്ട്, 1 മുതൽ 6 വരെ എഴുതിയിരിക്കുന്ന 2 ഡൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു. ത്രോൺ ടുഗദർ ഒന്നിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ സാമ്പിൾ സ്പേസ് എഴുതാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഔട്ട്കം ആസ് പെയേഴ്സ്. പെയേഴ്സ് ആയിട്ട് ഔട്ട്കം എഴുതാൻ എങ്ങനെ എഴുതും, S ഈസ് ഈക്വൽ ടു വലിയൊരു ബ്രാക്കറ്റിനകത്ത് എന്ത് 1 1 1 2 ഇങ്ങനെ എവിടെ വരെ എഴുതണം, 1 6 വരെ എഴുതണം. എത്ര വരെ എഴുതണം, 1 6 വരെ എഴുതണം. 1,6. അടുത്ത എന്ത് 2 1 എക്സെട്ര എവിടെ വരെ എഴുതണം, 2 6 വരെ എഴുതണം. ഇങ്ങനെ 6 1 മുതൽ എവിടെ വരെ എഴുതണം, 6 6 വരെ എഴുതണം. മൊത്തം എത്ര എലമെൻറ്റ്സ് കാണും, 36 എലമെൻറ്റ്സ് കാണും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈക്വൽ നമ്പേഴ്സ്. രണ്ടും ഈക്വൽ നമ്പേഴ്സ് ആയിരിക്കണം. അതിനുള്ള പ്രോബിലിറ്റി ഏതൊക്കെയാണ്, 1 1 വരാം, 2 2 വരാം, 3 3 വരാം, 4 4 വരാം, 5 5 വരാം, 6 6 വരാം. ഇങ്ങനെയുള്ള എത്രണ്ണേ ഉള്ളൂ, 6 ഓപ്ഷനേ ഉള്ളൂ. സോ അടുത്ത പ്രോബിലിറ്റി എന്ത് വരും, നമുക്ക് ആവശ്യമുള്ള എത്ര എണ്ണമാണ്, 6. 6 എത്ര കിട്ടും, 36. എത്ര കിട്ടും ആൻസർ, 1/6. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ആദ്യത്തെ ഡൈയിൽ 2ൻ്റെ മൾട്ടിപ്പിളും രണ്ടാമത്തെ ഡൈയിൽ എന്തും വരണം, 3ൻ്റെ മൾട്ടിപ്പിളും വരണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് റോയിൽ ഒന്നും വരത്തില്ല. സെക്കൻഡ് റോയിൽ ഏതൊക്കെ വരും, 2 3യും 2 6ഉം വരും. കാരണം 2 എന്തിൻ്റെ മൾട്ടിപ്പിളാണ്, 2ൻ്റെ മൾട്ടിപ്പിളാണ്. 3യും 6ഉം 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് റോയിൽ നിന്ന് 2 ഓപ്ഷൻസ് കിട്ടി. അതേപോലെ പിന്നെ അതിൻ്റെ ഏത് റോയിൽ നിന്നാണ്, 4th റോയിൽ നിന്ന് 4 3യും പിന്നെ എത്രയും വരും, 4 3യും 6 3യും അല്ല 4 3യും 4 6ഉം വരും. അതേപോലെ അടുത്തത് എന്ത് വരും, ലാസ്റ്റ് റോയിൽ നിന്ന് 6 3യും 6 6ഉം വരും. അപ്പോൾ മൊത്തം എത്ര ഓപ്ഷനായി, 6. അവിടുത്തെ പ്രോബിലിറ്റി എന്താണെന്ന് ചോദിക്കും, 6/36. എത്ര കിട്ടും, 1/6. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് തന്നേപ്പോൾ ഉണ്ട്, 2 സർക്കിൾസ് തന്നേപ്പോൾ ഉണ്ട്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ വലിയ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഞാൻ ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ എക്സ് എന്ന് വിളിക്കുന്നു. അതായത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ R1 എന്നാണ് വിളിക്കുന്നത്. അതിനെ എന്തെന്ന് വിളിച്ചു, എക്സ് എന്ന് വിളിച്ചു. അങ്ങനെ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും, അതിൻ്റെ ഇരട്ടി ആയിരിക്കും. എനിക്ക് എത്ര എന്ന് കിട്ടും, 2x എന്ന് കിട്ടും. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ടേക്കിംഗ് ദ സ്മാൾ സർക്കിൾ ആസ് R, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്മാൾ സർക്കിൾ. അപ്പോൾ എക്സ് എന്ന് വിളിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ എന്തെന്ന് തന്നെ വിളിക്കണം, R എന്ന് വിളിക്കണം. സോ ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ എന്തെന്ന് വിളിക്കുന്നു, R എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും, 2R ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഏരിയ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് സർക്കിൾ. ഒന്നാമത്തെ സർക്കിളിൻ്റെ ഏരിയ എത്ര ആയിരിക്കും, πr² തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ചെയ്യോ, π × 2r ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ്. 4πr² എന്ന് കിട്ടും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളൊരു ഡോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് സ്മോൾ സർക്കിളിലാവാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ സർക്കിളിലാവാനുള്ള പ്രോബിലിറ്റി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ. ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ എത്രയാണ്, πr². ബൈ എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ എത്ര ആയിരിക്കും, വലിയ സർക്കിളിൻ്റെ ഏരിയ ആയിരിക്കും 4πr² ആണ്. പൈയും പൈയും ഒട്ടിപ്പോൾ 6 ഒട്ടിപ്പോൾ ബാക്കി എന്തെന്ന് ട്രാൻസ്ഫർ 1/6.
4. അപ്പം ആ ചെറിയ സർക്കിൾ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/4 ആണ്.